കേരളത്തിൽ സമസ്ത വിഭാഗത്തിൽ അറിയപ്പെട്ട ഒരു സഖാഫി വളരെ വലിയ കാര്യമായി ഒരുപാട് പ്രവാചകന്മാരുടെ പേരിൽ സൂഫികൾ ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന കള്ളജാറങ്ങളെ പരിചയപ്പെടുത്തുന്ന ഭാഗം കൂടി നമ്മളൊന്ന് കേൾക്കുക. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ നമുക്ക് കാണാം, അവിടെയൊക്കെ ഇന്ന് യഥേഷ്ടം ജാറങ്ങളുണ്ട്, ഖബറുകളുണ്ട്. ഞാനൊരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ്. ചോദ്യകർത്താക്കൾ അവിടെ വന്നതുകൊണ്ട് ഞാനിതാ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. കേട്ടോളൂ. ബഹുമാനപ്പെട്ട മഹാത്മാക്കളായ ആളുകൾ കണ്ടോ, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഖബറാണ്, ജാറമാണ് അവിടെ കാണുന്നത്. അത് ജോർദാനിലാണ്, നമുക്ക് ഇന്നും കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ ഒട്ടേറെ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറാണ് നിങ്ങൾ കാണുന്നത്. ഇബ്രാഹിം അയ്യൂബ് നബിയുടെ ജാറം, വേഗം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറമാണ്. അതുപോലെ തന്നെ അവരുടെ മകൻ ഇസ്ഹാഖ് നബി, ബീവി റഫഖത്ത് റളിയല്ലാഹു അൻഹാ, അവരുടെ ജാറമാണത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജാറമാണത്. ഫലസ്തീനിലാണ്. ഞാൻ ആ ജാറത്ത് ഇങ്ങനെ പോയി നിന്ന് നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു പോയി. എന്നെക്കാളും ഉയരമുള്ള വലിയ ഒരു ജാറം. കേട്ടല്ലോ, അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. എന്ത് കണ്ട്? ലോകത്ത് സൂഫികളും ഷിയാക്കളും വാർത്തുണ്ടാക്കി വെച്ച ഇത്തരത്തിലുള്ള അനാചാരങ്ങളുടെ കലവറ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. സഹോദരങ്ങളെ, ഒറ്റ ചോദ്യം മതി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലങ്ങളിൽ ജീവിച്ചിട്ട് എന്തേ ഈ പറയപ്പെട്ട കാണിക്കപ്പെട്ട ജാറങ്ങളിൽ ഒന്നുപോലും അവിടുന്ന് ചൂണ്ടിക്കാണിച്ച് പഠിപ്പിച്ചു തന്നില്ല? ഒരുപാട് സ്വഹാബത്ത് ഉത്തമ തലമുറയിൽ ജീവിച്ചു പോയിട്ട് എന്തേ അവരാരും നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ, അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ, സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ജാറത്തിലേക്കൊരു തീർത്ഥയാത്ര പോകാം, പുണ്യയാത്ര പോകാമെന്ന് ഖൈറുന്നാസി ഖർനി, ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വഹാബത്തിൽ ആരും ചെയ്തില്ല. അവർക്കില്ലാത്ത ഒന്ന്, അവർ പഠിപ്പിക്കാത്ത ഒന്ന്, ഷിയാക്കളും സൂഫികളും ബറേൽവികളും പൂജിച്ചു കൊണ്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ അഹ്ലുസുന്നയുടെ ഇസ്ലാമിന്റെ പൈതൃകമായി അടയാളമായി സ്വീകരിക്കാനും കാണാനും സാധിക്കുകയില്ല എന്ന് അഹ്ലുസുന്നയുടെ വക്താക്കൾ അടിവരയിട്ട് പറയുകയാണ്.